സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആകാംക്ഷയോടെ കാത്തിരുന്ന SSLC +2 പരീക്ഷാ ഫലങ്ങളുടെ തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് നൽകിയത്. മെയ് 15-ന് ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പുറത്തുവരും. പരീക്ഷാ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ അവസാന ഘട്ടത്തിലാണെന്നും കൃത്യസമയത്ത് തന്നെ ഫലം പ്രസിദ്ധീകരിക്കാൻ സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ആരംഭിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ ഫലപ്രഖ്യാപനം മെയ് 22-ന് നടക്കും. വലിയ തോതിലുള്ള മൂല്യനിർണ്ണയ പ്രക്രിയകളാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നടന്നുവരുന്നത്. പരീക്ഷാ ഫലത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്കായി പുനർമൂല്യനിർണ്ണയത്തിനുള്ള സൗകര്യം ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ലഭ്യമാക്കും. ഇതിനായി ഓൺലൈൻ വഴിയുള്ള അപേക്ഷകൾ സ്വീകരിച്ച് തുടങ്ങും. പുനർമൂല്യനിർണ്ണയത്തിന്റെ ഫലം മെയ് അവസാന വാരത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പരീക്ഷ എഴുതുന്നവർക്കും ഇത് വലിയ ആശ്വാസമാകും. +1 പരീക്ഷാ ഫലം ജൂൺ 10-ന് പ്രസിദ്ധീകരിക്കും. സ്കൂൾ തുറക്കുന്ന വേളയിൽ തന്നെ +1 ഫലവും ലഭ്യമാകുന്നതിലൂടെ അക്കാദമിക് കലണ്ടർ കൃത്യമായി പാലിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. അധ്യാപകരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മന്ത്രി കർശനമായ ചില മുന്നറിയിപ്പുകൾ നൽകി. അധ്യാപകർക്ക് അക്കാദമിക് സ്പിരിറ്റ് ഇല്ലാത്ത സാഹചര്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചില അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അനാസ്ഥകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ രംഗത്തെ ഗുണനിലവാരം ഉയർത്തുന്നതിൽ അധ്യാപകർക്ക് വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പരീക്ഷാ തയ്യാറെടുപ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി നൽകിയിരുന്ന പഠന പിന്തുണ ക്ലാസുകൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഈ പദ്ധതിക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. രാവിലെ 7:30 മുതൽ 10:30 വരെ ആയിരുന്നു ഈ ക്ലാസുകൾ ക്രമീകരിച്ചിരുന്നത്. വെയിൽ കടുക്കുന്നതിന് മുൻപ് ക്ലാസുകൾ അവസാനിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. കടുത്ത ചൂട് പരിഗണിച്ച് വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി എല്ലാവിധ മുൻകരുതലുകളും സർക്കാർ സ്വീകരിച്ചിരുന്നു. കുടിവെള്ളം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും സ്കൂളുകളിൽ ഉറപ്പാക്കി. ഉയർന്ന താപനില രേഖപ്പെടുത്തിയ ജില്ലകളിൽ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ക്ലാസുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറ്റിയിരുന്നു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇത് ഫലപ്രദമായി നടപ്പിലാക്കി. ചില പ്രത്യേക കാരണങ്ങളാൽ ക്ലാസുകൾ നടത്താൻ കഴിയാത്ത ഇടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അർഹമായ മാർക്ക് മാനദണ്ഡങ്ങൾ പ്രകാരം നൽകണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് സമ്മർദ്ദമില്ലാതെ പഠിക്കാൻ സാധിക്കുന്ന അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് സർക്കാരിന്റെ മുൻഗണനയെന്നും ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇത്തവണത്തെ പരീക്ഷാഫലം കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ മികച്ചതാകുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതീക്ഷ. മൂല്യനിർണ്ണയത്തിൽ വലിയ കൃത്യതയാണ് ഇത്തവണ പാലിച്ചിരിക്കുന്നത്. ജൂൺ മാസത്തിൽ വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായി എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കാൻ DPI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. മെയ് മാസത്തിലെ ഈ ഫലപ്രഖ്യാപനങ്ങൾ വിദ്യാർത്ഥികളുടെ കരിയറിൽ നിർണായകമാകും. എൻട്രൻസ് പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർക്ക് ഇത് വലിയ ഉപകാരപ്പെടും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മികച്ച മുന്നേറ്റമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. വിദ്യാഭ്യാസ കലണ്ടറിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പരീക്ഷകളും ഫലപ്രഖ്യാപനവും ചിട്ടയോടെ നടപ്പിലാക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി വിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തുന്നു.